പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. അതുപോട്ടെ, ഈ സ്ഥലം മനോഹരമായിരിക്കുന്നല്ലോ എന്ന് പറയുകയാണോ? കേരള സംസ്ഥാനത്തിൽ മൂന്നാർ എന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലം നല്ല ഭംഗിയുള്ളതാണ്. മലനിരകളും ഈ ചായത്തോട്ടം ഇതെല്ലാം കാണാൻ വളരെ മനോഹരമായിരിക്കും. ഒരുപാട് ടൂറിസ്റ്റുകളെ ചുറ്റിക്കാണാനായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. കാലാവസ്ഥയും നന്നായിരിക്കുന്നു. തമിഴ്നാടിന് വളരെ അടുത്താണിത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അവധി ദിവസങ്ങളിൽ വരണം. കുടുംബത്തോടെ മക്കളെയെല്ലാം കൂട്ടിക്കൊണ്ടു വരികയാണെങ്കിൽ വളരെ സന്തോഷിക്കാൻ സാധിക്കും. കുടുംബത്തിനായി സമയം മാറ്റിവെക്കണം. ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളെയും മഹത്വത്തെയും കണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കണം. ശരി, ഇന്ന് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാക്യം എന്താണെന്ന് വെച്ചാൽ, റോമർ 15-13 പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവും കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കും. സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? സമാധാനം, സന്തോഷം അതാണില്ലാത്തത്. മറ്റെല്ലാം ഉണ്ടെന്ന് വിചാരിക്കുകയാണോ? എല്ലാം ഉണ്ടെങ്കിലും സമാധാനവും സന്തോഷവും ഇല്ലെങ്കിൽ അത് യഥാർത്ഥ അനുഗ്രഹമല്ല. അതിനാൽ അനുഗ്രഹമെന്നത് ദൈവം നമുക്ക് തരുന്ന യഥാർത്ഥ സമാധാനവും സന്തോഷവുമാണ്. സമാധാനം എന്നത് മനസ്സിന്റെ ആഴത്തിൽ കാണപ്പെടുന്ന സന്തോഷമാണ്. സ്വസ്ഥത എന്ന് പറയാറില്ലേ? ആത്മീക സമാധാനം. ആ സമാധാനം പണം കൊടുത്തു വാങ്ങാൻ സാധിക്കില്ല. അവിടെയും ഇവിടെയുമൊക്കെ ചെന്ന് അന്വേഷിച്ചാൽ കിട്ടില്ല. അത് ദൈവം സൗജന്യമായി തരുന്ന അനുഗ്രഹമാണ്. ആ സമാധാനം നമുക്ക് തരാനായി യേശുക്രിസ്തു മനുഷ്യനായി പിറന്ന് കുരിശിൽ രക്തം ചിന്തി സമാധാനത്തെ നൽകിയെന്ന് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ ആ സമാധാനത്തെ ബാധിക്കുന്ന വിഷയമാണ് പാപം. ഈ പാപം ക്ഷമിക്കപ്പെട്ടാലേ യഥാർത്ഥ സമാധാനമുണ്ടാകൂ. നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ടാണ് യേശു കുരിശിൽ രക്തം ചൊരിഞ്ഞ് നമുക്ക് സമാധാനമുണ്ടാക്കി തന്നത്. യേശു മനസ്സിലേക്ക് കടക്കുമ്പോൾ യഥാർത്ഥ സമാധാനമുണ്ടാകും. കാരണം യേശുവിന്റെ പേര് സമാധാന പ്രഭു എന്നാണ്. മനസ്സിൽ സമാധാനമുണ്ടാകുമ്പോൾ അത് പുറമേ കാണാൻ ആരംഭിക്കും. എപ്പോഴും സമാധാനത്തോടെ ഇരിക്കും. നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലേ? ഒരാവശ്യവുമില്ലേ? എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നല്ലോ എന്ന് ചോദിച്ചാൽ, മനസ്സിനകത്ത് യേശു എന്ന സമാധാന പ്രഭു ഉണ്ടെങ്കിൽ പുറമേ ആ സന്തോഷത്തെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആ സമാധാനവും സന്തോഷവും നിറഞ്ഞു കവിയുവാൻ അനുഗ്രഹിക്കുമെന്ന് യേശു പറയുന്നു. ഇന്ന് സമാധാനമില്ലേ? സന്തോഷമില്ലേ? യേശുവേ, എനിക്ക് സമാധാനം തരാനല്ലേ അങ്ങ് കുരിശിൽ മരണമേറ്റെടുത്തത്? എനിക്ക് സന്തോഷം തരാനല്ലേ അങ്ങ് ത്യാഗം ചെയ്തിരിക്കുന്നത്? എനിക്ക് അങ്ങയെ വേണം, നിറഞ്ഞിരിക്കുവാനായി പൂർണ്ണമായി അങ്ങയെ വേണം എന്ന് പ്രാർത്ഥിക്കൂ. ഹൃദയത്തിൽ കൈവച്ച്, യേശുവേ, സമാധാന പ്രഭുവേ, എന്റെ ഉള്ളിൽ വന്ന് യഥാർത്ഥ സമാധാനത്താൽ എന്നെ നിറയ്ക്കണമേ. യഥാർത്ഥ സന്തോഷത്താൽ എന്റെ ജീവിതത്തെ നിറയ്ക്കണമേ. അങ്ങ് വാക്ക് തന്നതുപോലെ ആ സമാധാനം ഇന്നെനിക്കുണ്ടാവട്ടെ എന്ന് ഏത് സഹോദരനും സഹോദരിയും മക്കളും പ്രാർത്ഥിക്കുന്നുവോ, ആ അനുഗ്രഹം ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ